ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടെറസ് മേലെ കുറച്ച് ചെടികളുണ്ട്, അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം കയറി പോകുന്ന മുന്നേ ഈ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്ന് നോക്കിയതാട്ടോ. നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇങ്ങനെ കാണും തുറക്കുമ്പോൾ തന്നെ. അതേപോലെ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലും നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മേലോട്ട് കയറണം. ചായയൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ കയറി പോകുന്നത് കേട്ടോ മേലേക്ക്. എന്താണ് അപ്പോൾ ചെടീൻ്റെ അടുത്ത് പോയി ടൈം പോകുന്നത് അറിയില്ല. പക്ഷെ നമ്മളെ മേലത്തെ റൂമിൽ എടുത്ത് ഇങ്ങനെ ഒരു മരമുണ്ട്. അപ്പോൾ ഇതിന്മേൽ നല്ല രസമാണ് നോക്കി നിൽക്കാൻ. പക്ഷെ അന്ന് ഇലകളൊന്നും ഇളകുന്നേ ഇല്ല. അപ്പോൾ ടെറസ് മേൽ ഇതേപോലെ കുറച്ച് ബോഗൺ വില്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഒക്കെ വെട്ടി. ഓഗസ്റ്റ് തുടക്കത്തിൽ ഫുള്ള് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ചട്ടി ഇതുപോലെ ഒരു ചെടി മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ആദ്യം ഈ ചെടി ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ കഴിഞ്ഞ് ഇതിൽ മണ്ണിൽ പെട്ടിട്ട് അങ്ങനെ ഉണ്ടാകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് വെയിലും മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ നല്ല രസമുണ്ട്. കുഞ്ഞു പൂവുണ്ടോ ഇതിൽ. ഇത് ഏത് ഫാമിലിയാണ് എനിക്ക് അറിഞ്ഞൂടാ. കലാത്തീൻ്റെ ലീഫ് പോലെ ഉണ്ട് കണ്ടിട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിന് പറിച്ചെടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. ഇത് വെർട്ടിക്കലിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചെടി. അതുപോലെ ഈ ഒരു ചെടി ഇത് ഞാൻ ഒരിക്കൽ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്, നഴ്സറിയിൽ നിന്ന്. പക്ഷേ ഇതിപ്പോൾ അന്ന് ചീഞ്ഞു പോയിട്ട് ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു കടലാസ് ചെടി ബോഗൺവില്ല കുഴിച്ചിട്ടപ്പോൾ അതിൽ മുളച്ച് വന്നുണ്ടായതാണ്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടാണ് മൂപ്പരുണ്ടായത് കേട്ടോ. പക്ഷെ അതും ഇതേപോലെ അതിന് അടർത്തിയെടുക്കാൻ കഴിയില്ല. എൻ്റെ കടലാസ് ചെടികളൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂടുണ്ടല്ലോ, നമുക്ക് വെയിലിറക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടല്ലോ, അതുകൊണ്ടാണോ അറിഞ്ഞുകൂടാ. കടലാസ് ചെടികളും നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. ഫുൾ വലിയ വലിപ്പമുണ്ടായിരുന്നു. നമ്മളെ ഹാൻഡ് റെയിലിൻ്റെ പുറത്തേക്ക് ഉണ്ടായിരുന്നു കടലാസ് ചെടി. ഫുള്ള് വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ വെട്ടി കൊടുക്കണം എന്നെങ്കിൽ അത് നല്ലപോലെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ടെറസിൽ കുറച്ച് ഫലവൃക്ഷങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോർട്ടായിട്ടുണ്ടാവണേ ഉണ്ടോ, അത് കിലോപ്പേരയാണ്. അതേപോലെ റോബസ്റ്റ്. ഇത് റോബസ്റ്റൊക്കെ കേട് വന്നിട്ടുണ്ടാകുമ്പോൾ രണ്ടാമത് ഒരു ശരിയായിട്ട് വരികയാണ്, എന്തോ ആയിപ്പോയിരുന്നതൊക്കെ. പിന്നെ 2 ഒളറിൻ്റെ ഒരു മാത്തയും, അതുപോലെ തന്നെ വേറെ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 2-3 മാത്തൈകൾ മേലുണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇതിങ്ങനെ ചെറുതാക്കി വിട്ട് കൊടുത്താൽ അങ്ങനെ ചെറുതായിട്ട് തന്നെ ഒന്ന് കായ്ച്ചോളെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇത് തായ്ലൻഡ്. ഇത് നല്ല കായ്ക്കലുണ്ട് കേട്ടോ. നമുക്ക് മാങ്ങ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പില്ല. പിന്നെ ഇത് നമ്മുടെ ബിരിയാണിയിൽ നെയ്ച്ചോറിലൊക്കെ ഉണ്ടാവുന്ന രമ്പ എന്ന് പറഞ്ഞ ലീഫാണ്. അത് നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ റംബുട്ടാൻ്റെ മരമാണത്. നിറയെ കായ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. അതേപോലെ ഇത് നമ്മൾ സപ്പോട്ട. ഇതും ഇതേപോലെ ചെറുതായിട്ട് നിൽക്കുന്ന സാധനമാണിത്. അതേപോലെ ചീരാമുളക് നിറയെ കായ്ച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ മുളക് അങ്ങനെ കടയിൽ നിന്ന് എടുക്കാറില്ല. ഫുള്ള് ഈ മുളകുകളാണ് ഉപയോഗിക്കുക. നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ തന്നെ നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇത് കായ പിടിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് ആക്കാം കേട്ടോ. അപ്പോൾ ഈ കുരുമുളകിൻ്റെ മേലെ വെള്ളിയില ഒന്നായിട്ട് ചുറ്റി വരിഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു യൂസും ഇല്ലാത്ത സാധനമാണ് ഞാൻ മനസ്സിലാക്കാത്തത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്ക് ഇടാനും മറക്കരുത്.